പൂജാവിധികളെല്ലാം വളരെ വിശദമായിട്ട് ശ്രീരാമദേവൻ ലക്ഷ്മണന് പറഞ്ഞു കൊടുത്തു. അത് ഇന്നത്തെ ലോകത്തിനും വളരെ ഉപകാരപ്രദമായിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ കിഷ്കിന്ധയിൽ ഹനുമാൻ സുഗ്രീവനെ ചെന്ന് കണ്ട് പറയാണ്, സുഗ്രീവ നോക്കൂ, നിനക്ക് ശ്രീരാമദേവൻ ബാലിയെ വധിച്ച് രാജ്യം വീണ്ടെടുത്തു തന്നു, പത്നിയും വീണ്ടെടുത്തു തന്നു. നീയാണെങ്കിലോ ആ പത്നിയുമൊത്ത് മദ്യത്തിലും രസിച്ച് മതി മറന്ന് ശ്രീരാമദേവന് കൊടുത്തിട്ടുള്ള സത്യം മറന്നിരിക്കുകയാണ്. അത് നല്ലതിനല്ലാട്ടോ എന്ന് പറഞ്ഞു. സുഗ്രീവൻ ഇത് കേട്ട പാടെ വേഗം ഒരു ഉറക്കത്തുനിന്ന് ഉണർന്ന മാതിരി പറഞ്ഞു, ഇങ്ങനെ നല്ല മന്ത്രിമാരുണ്ടെങ്കിൽ രാജാവിന് ഒരിക്കലും ഒരു തെറ്റും പറ്റില്ല എന്നും പറഞ്ഞിട്ട് വേഗം ഹനുമാനോട് പറഞ്ഞു, എവിടെയൊക്കെ കവിവരന്മാരുണ്ടോ 10 ദിക്കിലേക്കും അയക്കുക, എല്ലാ സന്ദേശം അയക്കുക, അവിടെയുള്ള എല്ലാ കവിവരന്മാരോടും വേഗം കിഷ്കിന്ധയിലെത്താൻ പറയുക, എന്നിട്ട് നമുക്ക് രാമകാര്യത്തിനായിട്ട് ഇവരെയൊക്കെ നിയോഗിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ ഹനുമാൻ വേഗം കിഷ്കിന്ധയിലെ വാനരന്മാരുടെ അടുത്ത് സന്ദേശം എല്ലാ സ്ഥലത്തേക്കും കൊടുത്തുവിട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ശ്രീരാമദേവൻ അവിടെ ഇങ്ങനെ സീതാവിരഹത്തിൽ ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവിടെ വീണ്ടും കരച്ചിലും നിശ്വാസം ഇടലും ഒക്കെയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ശ്രീരാമദേവൻ ഒരു കാര്യം പറഞ്ഞു, സീതാദേവി എവിടെ ഉണ്ടെങ്കിലും ഞാൻ അവളെ തിരിച്ചു കൊണ്ടുവരും. പക്ഷേ ഞാൻ എൻ്റെ വാക്ക് പാലിച്ചിട്ട് രാജ്യമെടുത്ത് കൊടുത്ത സുഗ്രീവൻ അതൊക്കെ മറന്നുവോ? നീ ചെന്നൊന്ന് ഓർമ്മിപ്പിക്കുമോ? ഇല്ല, അവൻ മറന്നു, അവനിനി ചെയ്യാൻ ഉദ്ദേശമില്ല എന്ന് വെച്ചാൽ അവൻ്റെ ഏട്ടനായ ബാലിയുടെ വഴിക്ക് തന്നെ അവന് പോവേണ്ടി വരും എന്നുള്ളത് അവനെ ഓർമ്മപ്പെടുത്തണം എന്ന് പറഞ്ഞു. അല്ലെങ്കിലേ ഈ കാര്യത്തിൽ ഇങ്ങനെ ദേഷ്യം വന്നിരിക്കുന്ന ലക്ഷ്മണന് ഇത് കേട്ട പാടെ വേഗം ഇറങ്ങി കിഷ്കിന്ധയിൽ ചെന്നു. തൻ്റെ ചെന്ന പാടെ ഒരു ഞാണോലി അങ്ങോട്ട് പുറപ്പിടിച്ചു അതിന്ന് വില്ലുന്ന്. അതങ്ങോട്ട് കേട്ട പാടെ വേഗം അങ്കദൻ ഓടി വന്ന് നോക്കിയപ്പോൾ ഇവിടെ ലക്ഷ്മണൻ നിൽക്കുകയാണ്. നല്ല ക്രുദ്ധനായിട്ടാണ് നിൽക്കണേ. ഓടി ചെന്ന് സുഗ്രീവനോട് പറഞ്ഞു, ദേ ലക്ഷ്മണൻ അവിടെ കൊട്ടാരത്തിൻ്റെ വാതിക്കൽ വന്ന് നിൽക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. സുഗ്രീവനും പേടിച്ചു. അറിയാം ലക്ഷ്മണൻ ഭയങ്കര ദേഷ്യമുള്ള ആളാണെന്ന്. വേഗം താരേനെ വിളിച്ചു പറഞ്ഞു, പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്ത്രീകളെയാണല്ലോ പറഞ്ഞുവിടുക, നീ ഒന്ന് പോയി അനുനയിപ്പിക്കുക എന്ന് പറഞ്ഞു. വേഗം ലക്ഷ്മണൻ ഇങ്ങോട്ട് വരുമ്പോഴേക്കും താര മുമ്പിലേക്ക് അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു, അയ്യോ ക്ഷമിക്കണം, അങ്ങേക്ക് വന്ന് സ്വീകരിക്കാൻ സാധിച്ചില്ല. പിന്നെ സുഗ്രീവൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അത് കുരങ്ങന്മാരുടെ സ്വഭാവമല്ലേ ഇങ്ങനെ ഒരു ചപലത എന്നുള്ളത്, അത് മറന്നേക്കൂ. എന്തായാലും ആളെ വിട്ടിട്ടുണ്ട്, സന്ദേശങ്ങളൊക്കെ വിട്ടിട്ടുണ്ട്. ആ കുരങ്ങന്മാർ ഇങ്ങോട്ട് എത്തേണ്ട താമസം നമുക്ക് സീതാന്വേഷണത്തിനായിട്ട് ഞങ്ങളുടെ സംഘങ്ങളെ വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ആളെ വിട്ടിട്ടുണ്ട്, അന്വേഷണം തുടങ്ങാമെന്ന് കേട്ടതും ലക്ഷ്മണന് വളരെ സന്തോഷമായി. അപ്പോഴേക്കും സുഗ്രീവൻ വന്നു. സുഗ്രീവനോട് പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ക്രുദ്ധനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടിട്ട് സുഗ്രീവൻ പറഞ്ഞു, എന്നാൽ നമുക്ക് ശ്രീരാമദേവൻ്റെ അടുത്ത് പോയാലോ എന്ന് ചോദിച്ചു. അങ്ങനെ തന്നെ പുറപ്പെടുകെങ്കിൽ നാം ഇങ്ങിനി പാർക്കരുതെന്നു സുഗ്രീവനും തേരിൽ കരേറി സുമിത്രാത്മജനുമായി ഭേരി മൃദംഗ ശംഖ നിനാദത്തൊടും അഞ്ജനാപുത്ര നീലാംഗദാദ്യൈ അലം അഞ്ജസാ വാനരസേനയോടും തഥാ ചാമരശ്വേതാദപത്രവ്യജനവും സാമരസൈന്യനാഖണ്ഡലനെ പോലെ രാമൻ തിരുവടിയെ ചെന്നു കാൺമതിൻ ആമോദമോടു നടന്നു കപിവരൻ ഗഹ്വരദ്വാരശിലാതലേ വാഴുന്ന വിഹ്വലമാനസം ചീരാജിനധരം ശ്യാമം ജടാമകുടോജ്വലം മാനവം രാമം വിശാല വിലോല വിലോചനം ശാന്തം മൃദുസ്മിതചാരുമുഖാംബുജം കാന്താവിരഹസന്തപ്തം മനോഹരം കാന്തം മൃഗപക്ഷിസഞ്ജയസേവിതം ദാന്തം മുദാ കണ്ടു ദൂരാൾ കപിവരൻ തേരിൽ നിന്നാശു താഴത്തിറങ്ങിയിടിനാൻ വീരനായോരു സൗമിത്രിയോടും തഥാ ശ്രീരാമപാദാരവിന്ദാദികെ വീണു പൂരിച്ച ഭക്ത്യാ നമസ്കരിച്ചിടിനാൻ ശ്രീരാമദേവനും വാനരവീരനെ കാരുണ്യമോടു ഗാഠം പുണർന്നിടിനാൻ.